അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിലെത്തി. അബുദാബിയിൽ മുസഫയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ സാലിക് ടാഗാണ്. ഈ സാലിക് ടാഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഫാസ്റ്റ് ടാഗ് എങ്ങനെയാണ് അതേപോലത്തെ ഇവിടുത്തെ ടാഗാണ് നമ്മുടെ സാലിക് ടാഗ്. ഈ റോഡിൽ 140 മാക്സിമം സ്പീഡ് ഫോർ കാറിന്. അതേപോലെ തന്നെ 1, 2, 3, 4 ലൈൻ 8 ലൈനുള്ള റോഡാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കരാമയിലാണ്. നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബൈക്ക് ഓട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പോണത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മളിന്ന് പോണത് അബുദാബിക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:35 6:35 വെയിലൊക്കെ ഉദിച്ചിങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും വെയിൽ മുക്കണതിന് മുന്നേ നമുക്ക് അബുദാബി എത്താൻ നോക്കാം. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറും 19 മിനിറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയ പോലെ ഉണ്ട്. കുറഞ്ഞു തുടങ്ങിയ പോലെ വെച്ചാൽ സാധാരണ ഹെവി ചൂടിനെക്കാട്ടും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം ആട്ടോ കാണുന്നത്. നല്ല തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വെയിൽ ഉദിച്ച് വരുന്ന കാരണം നല്ലതായിട്ട് തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിലെത്തി. അബുദാബിയിൽ മുസഫയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 മണിയുടെ വെയിൽ പോലെ ഉണ്ട് അല്ലേ കാണാൻ. സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 8:15 8:15 ഇപ്പോൾ ഒരു 4 മണിയുടെ ഒക്കെ ഒരു ഫീലുള്ളൊരു വെയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കീപ്പ് ചെയ്യണം. ഫുള്ള് ഈ സൈഡൊക്കെ ഫുള്ള് കച്ച പോലെ, അതായത് പാർക്കിംഗ് ഒന്നും വലിയ പ്രശ്നമുള്ള കേസല്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ഫുജേരൊക്കെ പോലെ തന്നെയാണ് ഈ മുസഫയിലുള്ളത്. നമ്മുടെ അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളിത് അബുദാബിയിലാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബിയിൽ മുസഫയിലുള്ള നമ്മുടെ സിജാസ് വർക്ക് ചെയ്യണ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ സിജാസിനായിട്ട് കുറച്ചുകൂടെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ ഏകദേശം സമയം നോക്കുകയാണെന്ന് വെച്ചാൽ 3 മണി ആവാറായി, 2:48 അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ചൂട് കാരണം നമ്മൾ ഈ കടറുള്ളിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊരു സാധനം വാങ്ങിയിരുന്നു. ആ സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ സാലിക് ടാഗാണ്. ഈ സാലിക് ടാഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഫാസ്റ്റ് ടാഗ് എങ്ങനെയാണ് അതേപോലത്തെ ഇവിടുത്തെ ടാഗാണ് നമ്മുടെ സാലിക് ടാഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊന്നും ഈ ബൈക്കിനൊന്നും സാലിക് ടാഗിൻ്റെ ആവശ്യമില്ല, ഫാസ്റ്റ് ടാഗിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇന്ത്യയിലൊന്നും. പക്ഷെ നമ്മുടെ ദുബായിലാണെന്ന് വെച്ചാൽ നമുക്ക് ബൈക്കിനും സാലിക് ടാഗ് അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബൈക്കുകൾക്കൊന്നും ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ 2 ഫ്രണ്ടിലും ബാക്കിലും നമ്പർ പ്ലേറ്റ് ഉണ്ടാവണം, ബൈക്കിനായാലും കാറിനായാലും. ഇവിടെ ബൈക്കിനൊന്നും ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സാലിക് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിക്കൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സാലിക് ടാഗിൽ രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ടോൾ പാസ് ചെയ്യുമ്പോൾ പൈസ കട്ടാവുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 100 ദിർഹംസാണ്. അപ്പോൾ 100 ദിർഹംസ് കൊടുത്തു നമുക്ക് സാലിക് ടാഗ് വാങ്ങിയാൽ 50 ദിർഹംസ് നമുക്ക് സാലിക് ടാഗിനും 50 ദിർഹംസ് റീചാർജ് ബാലൻസായിട്ടും നമുക്ക് അക്കൗണ്ടിൽ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഈ സാലിക് ടാഗ് വരുന്നത്. പിന്നെയെന്ന് പറയാനുള്ളത്, നമ്മുടെ ഏത് വണ്ടിയായാലും സാലിക് ടാഗ് വേണം എന്ന് ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സാലിക് ടാഗ് വേണം എന്നാണ്. ടൂറിസ്റ്റ് വണ്ടി ആയാലും സാലിക് ടാഗ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാലിക് ടാഗ് വാങ്ങി. നമ്മുടെ ഈ സാലിക് ടാഗ് UAE എവിടെ നിന്ന് വാങ്ങുകയെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഈ പെട്രോൾ പമ്പ് ഉണ്ട്, ഏത് പെട്രോൾ പമ്പിൽ പോയാലും നമുക്ക് സാലിക് ടാഗ് കിട്ടും. അബുദാബിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ദുബായിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞ് 12:30 ആവാറായിട്ട്. അപ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങണത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജാസിൻ്റെ റൂമിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ഈ ഒരു രീതിയിലാണ് ഭക്ഷണം കഴിച്ചത്. നമ്മളൊന്ന് കണ്ടുപോയി എല്ലാവരുമായിട്ട് വേറെ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി നേരെ നമ്മൾ ദുബായ്. അങ്ങനെ നമ്മൾ ദുബായ് ഹൈവേ കയറി. ദുബായ് അബുദാബി ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 132 കിലോമീറ്റർ ഉണ്ട്. 112 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ 9 മിനിറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റോഡിൽ 140 മാക്സിമം സ്പീഡ് ഫോർ കാറിന്.
അതേപോലെ തന്നെ 1, 2, 3, 4 ലൈൻ 8 ലൈനുള്ള റോഡാണ് ഇത്. ഒന്നുകൂടി കഴിഞ്ഞാൽ ഒരു സൈഡ് തന്നെ 8 റോഡ് വരുന്നൊരു റോഡൊക്കെ ഉണ്ട് പോണ വഴിക്ക് തന്നെ. അതൊക്കെ നമുക്ക് കാണാം. അവിടെ റൈറ്റ് സൈഡിൽ നോക്കാൻ വെച്ചാൽ മനോഹരമായൊരു പള്ളി കാണാം നമുക്ക്. അടിപൊളി ഒരു ക്ലൈമറ്റുമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൈവേ ആണ്. ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫൈനലി നമ്മളിത് കരാമയിലെത്തി. നമ്മുടെ വണ്ടി ഇന്ന് ഇവിടെയാണ് വെക്കണത്. ഇപ്പോൾ സമയം ഏകദേശം 2:28 2:28 നമ്മളിവിടെ എത്തിയത്. അപ്പോൾ 12:28 അവിടെ നിന്ന് പുറത്തിട്ട് 2:28 എത്തി. അപ്പോൾ 1:28 2:28 2 മണിക്കൂർ എടുത്തു. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.